മഴതോരു മുമ്പേ സീരിയലിന്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന വെട്ടി തുറന്ന് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, മാഡം ആഗ്രയിലേക്ക് പോയി പഠിച്ചതല്ലേ, അവിടെ ഒരു സ്കൂൾ ടീച്ചറുമായിരുന്നല്ലോ, അങ്ങനെ കുറച്ച് വിവരങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറയാം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നതും അതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അലീന. അതൊക്കെ അവൾ എങ്ങനെ അറിഞ്ഞു എന്നറിയാതെ വൈജയന്തി ആണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, ഒരിക്കലും പറയുകയില്ലെന്നും അനില പറയുന്നുണ്ട്. അപ്പൊ തല കറങ്ങുന്നത് പോലെയും കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയൊക്കെ വൈജയന്തിക്ക് ഇതേ സമയം തോന്നുന്നുണ്ട്. എന്നാലും അലീന അവളെ ഇതെങ്ങനെയായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക, അവളോട് ആരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, അവളെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ ആരാണ്? എന്നാലും ഇത്ര കൃത്യമായിട്ട് അവൾ പറയണമെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്നത് തന്നെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ, അവൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമോ എന്നെല്ലാം വൈജയന്തിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. വൈജയന്തിക്കിട്ട് ഒരു കൊട്ടു കൊടുത്തതായിരിക്കും വൈജയന്തിയുടെ അഹങ്കാരം തീർക്കാനായിട്ട്. വളരെ മോശപ്പെട്ട് അലീനയോടും രേവതിക്കുട്ടിയെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അലീനയുടെ വായിൽ നിന്നും ചാടി പോകുന്നതാണ് കേട്ടോ. അങ്ങനെ വൈജയന്തി പിന്നെ കൂടുതലൊന്നും അലീനയുടെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും വൈജയന്തിക്ക് അലീനയെ ഭയപ്പെടേണ്ടി വരികയാണ്. ബാലചന്ദ്രനുമായിട്ട് അവൾക്ക് അടുപ്പമുണ്ടോ, തൻ്റെ മോനെ അവൾ വശത്താക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. എന്നാൽ മനു ആയിട്ടാണ് അവൾക്ക് കൂടുതൽ അടുപ്പമെന്ന് മനസ്സിലാക്കുന്ന വൈജയന്തിക്ക് ചെറിയൊരു ആശ്വാസവും തോന്നുന്നുണ്ട്. എന്നാലും തൻ്റെ കുടുംബത്തിലേക്ക് ഒരിക്കലും അവൾ വരാൻ പാടില്ല എന്ന് ദൃഢനിശ്ചയം തന്നെ എടുക്കുകയാണ്. ഒരു ദിവസം അലീന അവളുടെ റൂമിൽ ഇല്ലാത്ത ഒരു സമയം നോക്കി അവളുടെ ബാഗിൽ നിന്നും മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് അറിയാനായിട്ട് അവൾ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു എന്നൊരു ചോദ്യം വൈജയന്തിക്കുണ്ട്. ഒരു ഓർഫൻ ആണെങ്കിലും അവളുടെ പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്, അത് അവൾ പറഞ്ഞ വാക്കുകളിൽ ഉണ്ടെന്നുള്ള കാര്യം വൈജയന്തി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വൈജയന്തി അലീനയുടെ ബാഗെല്ലാം പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൽ നിന്നും ഒന്നും തന്നെ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ചെറിയ അറയിൽ നിന്നും അവളുടെ ആധാർ കാർഡോ ഐഡന്റിറ്റി കാർഡും കിട്ടുന്നുണ്ട്. അത് നോക്കി അവളുടെ അഡ്രസ്സൊക്കെ നോക്കുമ്പോൾ അത് അവിടുത്തെ സ്നേഹനികേതനിലെ അഡ്രസ്സ് ആയിരിക്കും. ഒരു ഓർഫനായ അവൾക്ക് തന്തയുടെയോ തള്ളയുടെയോ പേരുണ്ടാവില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആ ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്ത് നോക്കിയതും വൈജയന്തിക്കാണെങ്കിൽ തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. ഓഗസ്റ്റ് 19, 2002 ആ ഒരു ഡേറ്റ് കണ്ടതും വൈജയന്തിയുടെ നെഞ്ചിലെ തീ ആളി കത്തുകയാണ്. അതായത് താൻ തിരുവനന്തപുരത്ത് തന്നെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിന്റെ പേരും ഹോസ്പിറ്റലും ഒക്കെ വൈജയന്തിയുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അതേ ഡേറ്റിൽ തന്നെയാണ് വീണ്ടും എന്നുള്ള കാര്യം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ഡേറ്റിലേക്ക് തന്നെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. എന്നിട്ട് പഴയതുപോലെ അതെല്ലാം വെച്ച് റൂമിലേക്ക് ചെല്ലുകയാണ്. തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് വൈജയന്തിക്ക്. താൻ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഡേറ്റും അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്തും കണ്ടത് വൈജയന്തിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഇല്ല, ഒരിക്കലും അങ്ങനെയാവില്ല. അവൾ ആ ഡേറ്റിൽ ജനിച്ചെന്ന് കരുതിയിട്ട് തനിക്ക് തൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ അത് വെറുതെയാണ്. അന്ന് അച്ഛൻ പറഞ്ഞല്ലോ, അവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞു തൻ്റെ കുഞ്ഞ് ജനിച്ച ഉടനെ മരിച്ചുപോയെന്ന്. എന്നാലും ആ കുഞ്ഞിന്റെ മുഖമൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ആ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് പോലും അവർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എന്നാലും ഡോക്ടർമാർ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു, അതൊരു പെൺകുഞ്ഞാണെന്ന്. ലാലുച്ചനും ആഗ്രഹിച്ചത് ആദ്യത്തെ കൺമണി തന്നെ പോലൊരു പെൺകുഞ്ഞി ആവണമെന്നായിരുന്നു. എന്നാലും ഭാഗ്യമില്ല, ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ അതിനോട് സംസാരിക്കാനോ അതിനെന്തിനെ പാല് കൊടുക്കാൻ പോലും തനിക്കോ ആ കുഞ്ഞിന് തൻ്റെ ലാടന ഏൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. അപ്പോഴേക്കും അവൾ പോയി. എന്നാലും ഇത്ര കൃത്യമായിട്ട് അവൾക്ക് ആ ഡേറ്റ് തന്നെ എങ്ങനെ വന്നു? അങ്ങനെ ആരൊക്കെയോ ജനിക്കുന്നു മരിക്കുന്നു, അതൊക്കെ ഒരു ഡേറ്റിലല്ലേ എന്നൊക്കെ ഓർത്ത് വൈജയന്തിക്ക് വൈജയന്തി ആണെങ്കിൽ സ്വയം ഇങ്ങനെ ആശ്വാസം കൊള്ളുന്നുണ്ട്. വീണ്ടും വൈജയന്തി കിച്ചണിലേക്ക് വരുന്ന സമയത്ത് അലീനയാണെങ്കിൽ ഓരോരോ ജോലിയിലായിരിക്കും. ഡി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. തുടർന്ന് നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാ മേഡത്തിന് അറിയണത്, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നതും, നിന്നെ ഓർഫനേജിൽ കിട്ടുന്ന അതേ ഡേറ്റ് തന്നെയാണോ അവിടെ കൊടുത്തിട്ടുള്ളത്, അതോ നിന്നെ കിട്ടി നീ പ്രസവിച്ച് 4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നിന്റെ മമ്മിക്ക് നിന്നെ കിട്ടിയിട്ടുണ്ടാകുക എന്നെല്ലാം വൈജയന്തി ഓരോരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ കിട്ടിയ ദിവസത്തെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് വന്നിട്ടുണ്ട്. അത് ചെറിയ കുഞ്ഞായപ്പോഴാണ് എന്നെ കിട്ടിയതെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അലീന പറയുമ്പോൾ, എന്ന് പറയാൻ നിന്റെ തള്ളയും തന്തയും ആരാണെന്ന് എനിക്ക് ചോദിച്ചൂടെ എന്ന് വൈജയന്തി തിരിച്ചു ചോദിക്കുന്നതും, അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടേക്ക് വരുന്ന അനാഥ കുഞ്ഞുങ്ങളെ വേണ്ടാത്തവർ ആണല്ലോ ഉപേക്ഷിക്കുന്നത്, അപ്പോൾ മമ്മി അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അലീന. എന്നാലും നിന്റെ മമ്മി അത്രയ്ക്ക് നല്ലവളൊന്നുമല്ല, ആ കാശിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വളർത്തുന്നവളല്ലേ, അവരുടെ പണി എന്നെല്ലാം വൈജയന്തി മമ്മിയെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ, അങ്ങനെയൊന്നും പറയണ്ട, അവരുള്ളത് കൊണ്ടാണ്
അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ ആ നീചന്മാർ കൊന്നു കളഞ്ഞിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. ഓ, അത് തന്നെയായിരുന്നു എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി പോകുമ്പോൾ നെഞ്ചിൽ വല്ലാത്ത ഭാരം പോലെ തോന്നുന്നുണ്ട് അലീനയ്ക്ക്. അവൾക്കത് വൈജയന്തിയുടെ വാക്കുകൾ അലീനയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ കൺമുന്നിൽ വന്നു നിൽക്കുന്നത് തൻ്റെ അമ്മയാണ്, തന്നെ പ്രസവിച്ച സ്ത്രീയാണ്. പക്ഷെ അത് അവർക്കറിയില്ല, താൻ മകളാണെന്ന് അവർക്കറിയില്ല. എന്നിട്ടാണല്ലോ ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ പറയുന്നത്. മനുഷ്യത്വമുള്ള ഒരു സ്ത്രീക്കും ഇങ്ങനെയൊക്കെ പറയാനാകുമോ എന്നെല്ലാം ഓർത്ത് അലീനയ്ക്ക് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ അലീന വീണ്ടും അവളുടെ റൂമിൽ മുത്തശ്ശിയുടെ അരികിലേക്ക് വരികയാണ്. എന്താ മുത്തശ്ശിയുടെ മകൾ ഇങ്ങനെ ആയിപ്പോയത്? തീരെ കണ്ണിൽ ചോരയില്ലാത്ത സംസാരമാണല്ലോ എന്നെല്ലാം അലീന ചോദിക്കും. എന്ത് ചെയ്യാനാ മോളെ, അവൾ ആഗ്രയിലൊക്കെ പോയി പഠിച്ചെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷമാണ് വൈജയന്തിയുടെ സ്വഭാവമൊക്കെ ആകെ മാറിയത്. അവളെ പോലെ ഒരു സുന്ദരി ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും സുന്ദരിയായിരുന്നു. ഇപ്പോഴല്ലേ അവൾ ഇങ്ങനെ വണ്ണമൊക്കെ വെച്ചത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തിയെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ഇത് കേട്ട അനിയനയ്ക്ക് തൻ്റെ അമ്മ അത്രയും സുന്ദരിയായിരുന്നു, തൻ്റെ അമ്മയുടെ ഭംഗിയാണ് തനിക്ക് കിട്ടിയത് എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല മോളെ, നിന്റെ ബാഗിൽ അവൾ ഏതാണ്ടൊക്കെ തിരഞ്ഞു കണ്ടല്ലോ, എന്താ അത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബാഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല മുത്തശ്ശി, ഇനിയിപ്പോൾ തിരഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് അലീന പറയുമ്പോൾ, അല്ല മോളെ, നിന്റെ ബാഗിനുള്ളിൽ എന്തൊക്കെയോ എടുത്തു നോക്കിയിരുന്നു, നിന്റെ എന്തൊക്കെയോ കാർഡുകൾ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വൈജയന്തി ചോദിച്ചത് ചുമ്മാതെ അല്ലെന്ന്. അപ്പോൾ തന്നെ പ്രസവിച്ചത് ആ ഡേറ്റ് തന്നെയായിരിക്കും, അതുകൊണ്ടാണല്ലോ ആ കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റ് കണ്ടപ്പോൾ എന്നെല്ലാം ഓർക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. പിന്നീട് വൈജയന്തി ആണെങ്കിലും അലീന അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒടുവിൽ ബാലചന്ദ്രനും ഈ വിവരങ്ങളൊക്കെ അറിയാണ്. അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണെന്നും അവൾ പ്രസവിച്ച മകളാണെന്നും അമ്മയെ തേടി തന്നെയാണ് അവൾ വന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ പിന്നെ അലീനയുടെ അരികിലേക്ക് വന്നിട്ട് അലീനയോടായിട്ട് പറയുന്നുണ്ട്, നിന്നെ നാളെ ഇവിടെ നിന്ന് ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന കാര്യം വൈജയന്തി പറഞ്ഞു. അമ്മയ്ക്കിപ്പോൾ സുഖമായല്ലോ, ഇനിയിപ്പോ അവള് നിന്നെ ഇവിടെ നിർത്തത്തില്ലായിരിക്കും. ഇനിയിപ്പോ നിന്റെ പ്ലാൻ എന്താ? നീ എവിടേക്ക് പോകാനാ കരുതുന്നത്? എന്നെയും നിന്നെയും ചേർത്ത് വളരെ മോശമായിട്ടൊക്കെയാണ് അവള് പറഞ്ഞത്. എനിക്ക് വലുത് എൻ്റെ മനസ്സമാധാനം തന്നെയാണ് എന്നെല്ലാം പറയുമ്പോൾ അച്ഛന് ഇത്രയൊക്കെ ക്ഷമിക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അതൊക്കെ പോട്ടെ, നീ എന്ത് ചെയ്യാനാ? നിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ശിവേട്ടനും ഗംഗാധരേട്ടനും ഒക്കെ അതറിയാം. അവരെല്ലാവരും കൂടെ ചേർന്നാണല്ലോ അന്ന് ചതിച്ചത്. അതുകൊണ്ട് അതിലൂടെ ഒരു അന്വേഷണം ഞാൻ നടത്തിയിട്ടുണ്ട്. നിന്റെ അച്ഛൻ ആരാണെന്ന് ചെറിയൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളെ നിന്റെ അച്ഛനെ കാണാനായിട്ട് ഞാൻ പോകുന്നത് എന്നെല്ലാം ബാലചന്ദ്രൻ പറയുമ്പോൾ അലീന ബാലേന്ദ്രനോട് പറയും, വേണ്ട, അവിടെ ഒരു കുടുംബം ഉണ്ടാകും, ഞാൻ കാരണം ഒരു കുടുംബം തകരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നോട് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾ പോലും അറിയരുത് എന്ന് കരുതിയതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു സത്യം അധിക കാലമൊന്നും മൂടി വെക്കാൻ പറ്റില്ല മോളെ. എന്തായാലും നിന്നോട് എനിക്ക് ദേഷ്യവും വെറുപ്പോ ഒന്നുമില്ല. എന്നെ ചതിച്ച മറ്റുള്ളവരോട് എനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. വൈജയന്തിയോടും എനിക്ക് അങ്ങനെ ഒരു ദേഷ്യമില്ല. ആദ്യമൊക്കെ അവൾ ഈ ഒരു വിവാഹത്തിന് ഒരുപാട് എതിർത്തിരുന്നു. അവളെ ഭീഷണിപ്പെടുത്തി അവളെ പിടിച്ച് കെട്ടിക്കുന്നത് പോലെയാണ് എന്നെ കൊണ്ട് കെട്ടിച്ചെന്നത് കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്നും പോകുന്നത് അലീനയുടെ അച്ഛനെ തേടിയാണ് കേട്ടോ. അങ്ങനെ കുറെ അന്വേഷണങ്ങൾക്ക് ശേഷം അലീനയുടെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ട് ബാലചന്ദ്രന്. ഒരു പട്ടാളക്കാരൻ സ്റ്റാലിൻ, ലാലിച്ച് എന്ന് വിളിക്കുന്ന പേര്. അങ്ങനെ അയാളെ കണ്ട അയാളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്നത് കേട്ടുന്ന ലാലിച്ചനാകെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അതെ, എൻ്റെ ഭാര്യയുടെ കാമുകൻ നിങ്ങളാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് വൈകിപ്പോയി. എൻ്റെ തലയിലെ ആ വിഴുപ്പ് പണയം വെക്കുമ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല. അവളെ വിവാഹം കഴിച്ചപ്പോൾ ഈ ലോകം തന്നെ കീഴടക്കിയവൻ്റെ സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ എല്ലാവരും ചേർന്ന് എന്നെ ഭംഗിയായിട്ട് ചതിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേട്ടുന്നത് ലാലിച്ചൻ പറയുന്നുണ്ട്, ഞാൻ അതിന് എന്ത് വേണം എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഓഹോ, നിങ്ങളും വലിയ മുൻചുണ്ടിക്കാരനാണല്ലേ? അതേ എന്ന് അയാൾ പറയുമ്പോൾ, നിങ്ങളുടെ മകൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, വൈജയ്ക്കും നിങ്ങൾക്കും നിങ്ങൾ പിറന്ന കുഞ്ഞ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അപ്പൊ ഇത് കേൾക്കുന്നതും ലാലിച്ചനാകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ വിവരങ്ങളൊന്നും അറിയാതെയാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്. അവള് പ്രസവിച്ച ഉടനെ അവളുടെ കുഞ്ഞ് മരിച്ചു പോയെന്ന് അവളുടെ അച്ഛനും പറഞ്ഞു വിശ്വസിപ്പിച്ചു. വൈജ അതെല്ലാം വിശ്വസിച്ചു. അവളെല്ലാം മറക്കാൻ ശ്രമിച്ച് എൻ്റെ ഭാര്യയായി. ഇപ്പോൾ 3 കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ്. ആ സമയത്താണ് അലീനയുടെ വരവ്. 22 വർഷങ്ങൾക്ക് ശേഷം അവൾ ആ വീട്ടിലേക്ക് അമ്മയെ നോക്കാൻ എന്നോണം വന്നു. അപ്പോഴാണ് ഞാൻ സത്യങ്ങളൊക്കെ അറിയുന്നത്. അലീന ആരാണെന്നും അവളും വൈജയന്തിയുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഒടുവിൽ അവളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും, നിങ്ങൾ
നിങ്ങളുടെ മോൾക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ല. ഒരച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ ഇന്ന് വരെ അവളെ കണ്ടിട്ടുള്ളതും അവൾ എന്നെയും കണ്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല അത് അവളുടെ സ്വന്തം മകളാണെന്ന്. അവൾ എന്നെയും നിങ്ങളുടെ മോളെയും ചേർത്ത് ആവുന്ന പല കഥകളും ഉണ്ടാക്കി. ഇനി അവളെ കൈവിടാൻ പറ്റില്ല, നിങ്ങൾ ഏറ്റെടുക്കണം എന്നെല്ലാം ബാലചന്ദ്രൻ പറയുമ്പോൾ സ്റ്റാലിൻ പറയും, എനിക്ക് എൻ്റെ മോളെ കാണണം, എൻ്റെ വീട്ടിൽ അവൾക്ക് അവളായിട്ട് തന്നെ തുടരാം, പക്ഷെ സത്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ല എന്നൊരു നിബന്ധനയിൽ അലീന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോടൊക്കെ ആകെ ദേഷ്യത്തിലൊക്കെയാണ് കേട്ടോ ആദ്യം സ്റ്റാലിൻ പെരുമാറുന്നത്. എന്നാൽ തൻ്റെ മകളെ അയാളെ ചേർത്ത് പിടിക്കാനും വൈജയന്തിയുടെ അതേ രൂപത്തിലുള്ള സാദൃശ്യമുള്ള മകളെയൊക്കെ വല്ലാതെ ഇഷ്ടമാവുന്നുണ്ട് ലാലിച്ചന്. അവളെ കണ്ടതും വൈജിയെ ഓർത്ത് പോകുന്നുണ്ട് കേട്ടോ ലാലിച്ചൻ. അയാൾക്കാണെങ്കിൽ ഒരുപാട് നായ്ക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാകും. അവരെല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുന്ന അലീനയെ കണ്ടതും അയാൾക്ക് ആശ്ചര്യമാണ്. അപ്പോൾ എല്ലാവരും പേടിയോടെയാണ് ആ നായ്ക്കളുടെ അടുത്തേക്കൊക്കെ വന്നിരുന്നത്. എന്നാൽ അനീലിയോട് അവർ എന്തുമാത്രം കൂട്ടാണ് സ്നേഹമാണ് എന്നൊക്കെ കണ്ട് ലാലിച്ചൻ പോലും ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ലാലിച്ചൻ അലീനയ്ക്ക് അരികിലേക്ക് വരുന്നുണ്ട്. 22 വർഷങ്ങൾക്ക് ശേഷം നീ എവിടെയായിരുന്നു? ഇത്രയും വർഷം എനിക്ക് അറിയില്ലായിരുന്നു എന്നെക്കുറിച്ച്. പിന്നെ മമ്മി മരിക്കാൻ സമയത്താണ് എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്. മുത്തച്ഛൻ എന്നെ കാണാനായിട്ട് അവിടേക്ക് വന്നിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ലാലിച്ചൻ തൽക്കാലം ഈ രഹസ്യം ഞാനോ നീയോ അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല, ഇവിടെ എനിക്കൊരു കുടുംബമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ലാലിച്ചന്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ അയാളുമായിട്ട് വെറുപ്പിലും ദേഷ്യത്തിലും ഒക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് കേട്ടോ. അതിനുശേഷമാണ് അലീന തന്റെ തറവാട്ടിലേക്ക് പോകുന്നത്. അച്ഛന്റെ ഫാമിലിയെ കാണാനായിട്ട് ആ തറവാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഷെറിനെ കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഴത്തോരു മുമ്പേ സീരിയലിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്